ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷോ മിനിമം 5 പ്ലാൻ ഇൻ എ വീക്ക്. ഇത് പഴയ കാര്യമാണ്. ഷോ മിനിമം 5 പ്ലാൻ ഇൻ എ വീക്ക്. 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 പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താ? RCM എന്ന് വരുമാനം വിതരണം ചെയ്യുന്ന രീതി പറഞ്ഞു കൊടുക്കുക. ഷോ 5 പ്ലാൻ ഇൻ എ വീക്ക്. പക്ഷെ ഇത് പഴയതാണ്. നമുക്ക് ഇന്ന് വേണമെങ്കിൽ ഒരു അഞ്ച് പ്ലാൻ ഒരു ദിവസം കൊടുക്കാം. പക്ഷെ അത് വേണ്ട. ഒരു മിനിമം ഒരാളോടെങ്കിലും RCMന്റെ പ്ലാൻ, ഒരു പുതിയ ആളോട് RCMന്റെ പ്ലാൻ പറഞ്ഞു കൊടുക്കുക. എന്തിനാണ് RCM എന്താണ് RCM, എന്തിനു വേണ്ടി RCM ചെയ്യണം, ചെയ്താൽ എന്ത് കിട്ടും, എങ്ങനെ ചെയ്യണം, ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് മല്ലിപ്പൊടിയും മുളകുപൊടിയും ചായപ്പൊടിയും കാപ്പിപ്പൊടിയും വാങ്ങി ഉപയോഗിക്കുന്ന ഒരു ബിസിനസ് അല്ല എന്നും, ഈ മല്ലിപ്പൊടിയിലും ചായപ്പൊടിയിലും കാപ്പിപ്പൊടിയിലും ഒക്കെ അനന്തമായ വരുമാനത്തിന്റെ സാധ്യതയുണ്ടെന്നും വ്യക്തമായി സുതാര്യമായി അവർക്ക് എഴുതി വരച്ച് കാണിച്ചു കൊടുക്കണം. ഈ RCMന്റെ മല്ലിപ്പൊടിയിലും മുളകുപൊടിയിലും ചായപ്പൊടിയിലും കാപ്പിപ്പൊടിയിലും എനി പ്രൊഡക്ട്സ്, എല്ലാ പ്രൊഡക്ട്സിലും നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല, നമ്മുടെ കുറെ തലമുറകളുടെ ഭാവി ഭാസുരമാക്കാനുള്ള അവസരമുണ്ട് എന്ന് വ്യക്തമായി സുതാര്യമായി അവരെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഒരു ദിവസം ഒരാളോടെങ്കിലും, ഒരു സ്ട്രേഞ്ചറോടെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, റോട്ടിലേക്ക് ഇറങ്ങി നിന്ന് നിങ്ങൾ ആളുകളെ തടഞ്ഞു നിർത്തി സംസാരിച്ചോളൂ. എക്സ്ക്യൂസ് മീ പറയൂ. ഒരു പക്ഷെ അദ്ദേഹവും രക്ഷപ്പെടും, നിങ്ങളും രക്ഷപ്പെടും. അങ്ങനെ പുതിയ ആളുകളോട് ഒരു ദിവസം ഒരാളോടെങ്കിലും നിങ്ങൾ എന്ത് പറയണം? RCMന്റെ മാർക്കറ്റിംഗ് പ്ലാൻ പറയണം. മാർക്കറ്റിംഗ് പ്ലാൻ പറഞ്ഞു കൊടുക്കണം. ഒരു പുതിയ ആൾ തടഞ്ഞു നിർത്തി പറയാണ് RCMൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? മാർക്കിനേക്കാളും 30% വിലക്കുറവ് ഉൽപ്പന്നങ്ങൾ കിട്ടും. അത് 100% ഇന്ത്യനാണ്, ആരോഗ്യദായകമാണ്, മരുന്നില്ലാതെ ജീവിക്കാൻ വേണ്ടി പറ്റും, വരുമാനം കിട്ടും. ഓരോ 6 മാസം കൂടുമ്പോഴും നിങ്ങളൊരു മെമ്പർഷിപ്പ് എടുത്ത് വീട്ടിലേക്കുള്ള ഉൽപ്പന്നം വാങ്ങിക്കുകയാണെങ്കിൽ ഓരോ 6 മാസം കൂടുമ്പോഴും ഫ്രീ പ്രൊഡക്ട്സും കിട്ടും. എന്താ പറയേണ്ടത്? മാർക്കിനേക്കാൾ 30% വിലക്കുറവ് ഉൽപ്പന്നങ്ങൾ കിട്ടും, ഇന്ത്യൻ നിർമ്മിതമാണ്, ആരോഗ്യദായകമാണ്, പർച്ചേസ് വോള്യത്തിന്റെ ബെനിഫിറ്റ് കിട്ടും. അതിന് പുറമെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓരോ 6 മാസം കഴിയുമ്പോഴും നിങ്ങൾ വാങ്ങിക്കുന്ന തുകയ്ക്ക് തത്തുല്യമായ രീതിയിൽ ഫ്രീ പ്രൊഡക്ട്സ് കിട്ടും. വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു കൊടുക്കണം. അത് മാത്രമല്ല, അവരോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. RCM ഒരു നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്കിൽ വന്നതുകൊണ്ട് നിങ്ങൾ RCM ഉൽപ്പന്നം ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. നിങ്ങൾക്ക് ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ഒരു ഓപ്പണർ ലെവലിൽ വന്നാൽ 70,000 പർച്ചേസ് വോളിയം കൊണ്ടുവന്നാൽ 50,000 A സൈഡിലും സെൽഫും ബി യൂണിറ്റ് ചേർത്ത് 20,000 ബി ടീമിലും കൊണ്ടുവന്നാൽ 70,000 വോളിയം വന്നാൽ ഓപ്പണർ ആകുമെന്നും, ഓപ്പണർ ആയിക്കഴിഞ്ഞാൽ കിട്ടുന്ന സൗഭാഗ്യം എന്താണ്? ഇന്ത്യ മഹാരാജ്യത്ത് ആര് തന്നെ RCM ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചാലും അതിന്റെ സെർട്ടൺ പെർസെന്റേജ് നിങ്ങൾ അക്കൗണ്ടിലേക്ക് തരാൻ കമ്പനി തയ്യാറാണ്. അത് വാങ്ങുന്ന ലക്ഷക്കണക്കാകെ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ ഉൾപ്പെടെ. പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. ആര് കൊടുത്തു? ടാറ്റ കൊടുത്തോ? ബിർള കൊടുത്തോ? റിലയൻസ് കൊടുത്തോ? ഒരു മനുഷ്യന് കൊടുത്തിട്ടില്ല, ആരും കൊടുത്തിട്ടില്ല. RCMന്റെ MD കൊടുക്കുന്നു, TC ചാവരാജ് കൊടുക്കുന്നു. എന്താണ്? എവറി 6 months ഫ്രീ പ്രൊഡക്ട്സ് എന്ന് പറയേണ്ട, ഗിഫ്റ്റ് കിട്ടുകയാണ്, സമ്മാനമാണ്. സമ്മാനം. RCMന്റെ ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തികൾക്ക് സമ്മാനം കൊടുക്കുക. ഓരോ 6 മാസം സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കിട്ടാൻ തുടങ്ങിയില്ല ആളുകൾക്ക്. എൻജോയ് ചെയ്ത് എന്ത് സന്തോഷം ആൾക്കാരുടെ മുഖത്ത്. ഇത് വേണ്ടാത്ത ആരാ ഉള്ളത്? ഈ പ്ലാൻ ഒന്ന് വ്യക്തമായി പിടിച്ചിരുത്തി പറഞ്ഞു കൊടുക്കൂ. അവർക്ക് ആവശ്യമുണ്ട്. അവർ തിരക്കിൽ പോവുകയാണ്. എന്തിനാ തിരക്ക്? ജീവിക്കാൻ വേണ്ടിയുള്ള തിരക്കിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിൽ, കോട്ടക്കൽ ഒരു മീറ്റിംഗിൽ ഒരു ടീച്ചറെ കണ്ടു, സാജിദ ടീച്ചർ. ഇതിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അവർ പേര് പറയാൻ പാടില്ല, പേര് പെട്ടെന്ന് വന്നുപോയി, സോറി.
ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നു, 7 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. ആ ടീച്ചറോട് ഞാൻ ചോദിച്ചു, ടീച്ചർ വരുമാനം പറയാൻ എന്തെങ്കിലും വിഷമമുണ്ടോ? ഒരു കുഴപ്പമില്ലാതെ പറഞ്ഞു. ടീച്ചർ എന്നോട് പറഞ്ഞ വരുമാനം 9 മണിക്കൂർ ഓരോ ദിവസവും ജോലി ചെയ്യണം, കിട്ടുന്ന വരുമാനം 7000 രൂപയാണ് പോലും. മന്ത്ലി ഇൻകം 7000 റുപ്പീസ്. ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, ഇങ്ങനെ എത്ര ടീച്ചർമാരുണ്ട്, എത്ര വ്യക്തികൾ പല മേഖലയിലുണ്ട് അല്ലെ. അപ്പൊ ടീച്ചറെ സംബന്ധിച്ച് ടീച്ചർ ഒരു 7000 രൂപയുടെ കംഫർട്ട് സോണിലാണ്, 7000 കംഫർട്ട് സോണിലാണ് അല്ലേ. എങ്ങനെ ജീവിക്കുന്നു? ഇവരോടൊക്കെ പറയൂ. ആര് പറയും? ഞാൻ പറയണം, നിങ്ങൾ പറയണം. അതാണ് നമ്മുടെ ഡ്യൂട്ടി. ഓക്കെ, അപ്പൊ എന്താണ്? ഷോ മിനിമം ഒരു പ്ലാൻ, RCMന്റെ വരുമാന സാധ്യതയുള്ള പ്ലാൻ നിങ്ങൾ ആർക്ക് പറഞ്ഞു കൊടുക്കണം? ആരോടും പറയണം. ഓക്കെ, അടുത്ത എന്താണ്? മൂന്നാമത് കോർ സ്റ്റെപ്സിൽ, 8 കോർ സ്റ്റെപ്സിൽ മൂന്നാമത്തെ കാര്യം എന്താ? മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റീറ്റെയിൽ മിനിമം 5000 BV ഇൻ എ മന്ത്. റീറ്റെയിൽ മിനിമം 5000 PV പർച്ചേസ് വോളിയം ഇൻ എ മന്ത്. ഒരു ചെറിയ കാര്യം, വളരെ നിസ്സാരമായ കാര്യം. എന്താണ്? റീറ്റെയിൽ മിനിമം 5000 PV ഇൻ എ മന്ത്. എഴുതിയോ? റീറ്റെയിൽ മിനിമം 5000 PV ഇൻ എ മന്ത്. ഒരു മാസം 5000 PVയുടെ ഉൽപ്പന്നങ്ങൾ സ്വന്തം നമ്പറിൽ ബില്ല് ചെയ്യണം. ബില്ല് ചെയ്താൽ മാത്രം പോരാ, റീറ്റെയിൽ ചെയ്യണം, വിൽക്കണം. അതൊന്നും പറ്റില്ല സാറേ, വിൽക്കലൊന്നും നടക്കില്ല. വേണമെങ്കിൽ വിറ്റാ മതി, 50000 രൂപ സമ്പാദിക്കണം, വിറ്റാ മതി. ഒരു 7 തലമുറയെ രക്ഷപ്പെടുത്താൻ വിറ്റാ മതി. എത്ര വിറ്റാ മതി? ഒരു 10000 രൂപേന്റെ ഉൽപ്പന്നം. ദാറ്റ്സ് ഓൾ, വേറെ ഒന്നും ചെയ്യണ്ട. ഒരു 10000 രൂപേന്റെ ഉൽപ്പന്നം RCMന്റെ ഇത് വിൽക്കാൻ പറ്റാത്ത ആൾക്കാർ ഈ ലോകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ എല്ലാവരും പല്ല് തേക്കുന്നവരും, കുളിക്കുന്നവരും, അലക്കുന്നവരും, വസ്ത്രം ധരിക്കുന്നവരും, ചെരുപ്പിടുന്നവരും ഇവർ തന്നെയാണ്. ഇവർക്ക് വേണ്ടുന്ന ബേസിക് നീഡ്സ് പ്രൊഡക്ട്സ് RCMൽ ലഭ്യമാണല്ലോ. ഹയർ ക്വാളിറ്റി, ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്ട്സ്. അതിന് നമ്മൾ പറയും കാർ എന്ന് പറയും അല്ലെ. കാർ, CAR. എന്താണ്? കൺസ്യൂമബിൾ ആണ്, അഫോർഡബിൾ ആണ്, റിപ്പീറ്റബിൾ ആണ്. എന്താണ് RCMന്റെ പ്രത്യേകത? എന്താണ്? കൺസ്യൂമബിൾ ആണ് അല്ലെ, ഉപയോഗിച്ച് തീരുന്നതാണ് അല്ലെ. റിപ്പീറ്റബിൾ ആണ്, വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതാണ്. അഫോർഡബിൾ, ആർക്കും താങ്ങാൻ പറ്റുന്ന വിലക്കുള്ള ഉൽപ്പന്നങ്ങളാണ്. 98 രൂപ ഹെർബൽ ടൂത്ത് പേസ്റ്റ് കോൾഗേറ്റിന് വില മാർക്കറ്റിൽ 100 ഗ്രാമാണ്. മനസ്സിലാക്കുക, 100 ഗ്രാം കോൾഗേറ്റ് ഹെർബൽ ടൂത്ത് പേസ്റ്റ് വില 98 രൂപ. RCMല് 100 ഗ്രാം ഹെർബൽ ടൂത്ത് പേസ്റ്റ് വില, ഫ്ലൂറൈഡ് ഇല്ലാത്തത്, ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത ടൂത്ത് പേസ്റ്റ്, എന്താ വിഷങ്ങളൊന്നും ഇല്ലാത്ത ടൂത്ത് പേസ്റ്റ് വില 53 രൂപ, 55 രൂപ. മെമ്പർഷിപ്പ് 43 രൂപ. ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഫ്ലൂറൈഡ് ഇല്ല. എന്തുകൊണ്ട് ഫ്ലൂറൈഡ് ഇല്ല? RCM ഉൽപ്പന്നങ്ങൾക്ക് എന്തുണ്ട്? ആരോഗ്യം കൊടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. TC ചാബ്രാജ് എന്താ പറയുന്നത്? RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ ആരോഗ്യം കിട്ടും. അപ്പൊ ആരോഗ്യദായകമാണ്, അദ്ദേഹം തീരുമാനിച്ചിട്ട് ആരോഗ്യം കൊടുക്കാൻ. അപ്പൊ ഈ ആരോഗ്യദായ ടൂത്ത് പേസ്റ്റിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പല ഉൽപ്പന്നം, തവിടെണ്ണ ആയിക്കോട്ടെ, ഇനി നിങ്ങൾ എനി പ്രൊഡക്ട്സ് എടുത്തോളൂ, ന്യൂട്രിചാർജ് വുമൺ എടുത്തോളൂ, വെജോമേഗ എടുത്തോളൂ, ഗാമി എടുത്തോളൂ, പെയിന്റ് എടുത്തോളൂ, ഏത് പ്രൊഡക്ട്സ് എടുത്തോളും ഈ മാർക്കറ്റിനൊക്കെ വിലക്കുറവും ക്വാളിറ്റിയും പറഞ്ഞു കൊടുത്തു, ഇതിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു 5000 PV ഉൽപ്പന്നം, അറൗണ്ട് ഒരു 10000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ നിങ്ങൾ തയ്യാറാകണം. കാരണം വിൽക്കാൻ തയ്യാറാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, RCMല് ഒരു സിംഗിൾ പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ RCMൽ വന്ന നമ്മൾ RCMന്റെ മാലിക്കാണെന്നാണ് ആര് പറയുന്നത്? മേ മാലിക് എന്നാണ് ആര് പറഞ്ഞത്? RCMന്റെ ഉടമസ്ഥനായ, RCMന്റെ ഉപജ്ഞാതാവായ TC ചാബ്രാജി നമ്മളോട് നേരിട്ട് പറഞ്ഞത്, നിങ്ങളാണ് RCMന്റെ ഉടമസ്ഥർ, ഞാൻ വെറും ഒരു സേവകനാണ്, ഞാൻ നിങ്ങളുടെ ഒരു സേവകനാണ്, നിങ്ങൾ എന്ത് പറയുന്നു അത് ഞാൻ റെഡിയാക്കി തരാം, നിങ്ങളാണ് ഉടമ, നിങ്ങളാണ് ഉടമസ്ഥൻ. ഈ ഉടമസ്ഥൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്കും പതിച്ചു തരില്ല, ഇത് എന്താക്കി തരില്ല, അത് എന്താ പറയാ, ഈ പറയുന്ന സ്റ്റാമ്പ് പേപ്പർ എഴുതി ഒപ്പിട്ട് രജിസ്റ്റർ ചെയ്തൊന്നുമില്ല. ഇത് നിങ്ങൾ സ്വയം ആർജിക്കേണ്ടതാണ്, നിങ്ങൾ സ്വയം ഏറ്റെടുക്കേണ്ടതാണ് ഈ ഉടമസ്ഥതാ മനോഭാവം. അങ്ങനെയാണ് എങ്കിൽ എന്റെ കമ്പനി, ഞാൻ നിർമ്മിക്കുന്ന ഉൽപ്പന്നം എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കണം. ഞാൻ ഒരു 10000 രൂപയുടെ ഉൽപ്പന്നങ്ങളും ഒരു മാസം വിറ്റഴിക്കാൻ, RCMനെ പറ്റി അറിയാത്ത ആളിൽ എത്തിക്കാൻ
നമ്മൾ തയ്യാറാണ്. എന്നാൽ മാത്രമേ നമ്മളെ കമ്പനിക്ക് ലാഭം ഉണ്ടാവുള്ളൂ, എന്നാൽ മാത്രമേ നമുക്ക് ബോണസ് കിട്ടത്തുള്ളൂ. ബോണസ് വാങ്ങിക്കുന്നതൊക്കെ ചെയ്യണ്ടേ? ഓക്കെ, അപ്പൊ എന്തായി? 5000 PV ചെയ്യാൻ റെഡിയാണോ? റെഡിയാണോ? എത്ര റെഡിയാണ് 5000 PV ചെയ്യാൻ? ഇത് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും എനിക്കറിയാം, എല്ലാവരും ചെയ്യുന്ന ആൾക്കാരാ, 5000 PV ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ? യെസ്. നെക്സ്റ്റ്, 4ാമത്തെ കാര്യം. ഗുഡ്. ഓക്കെ, 4ാമത്തെ കാര്യം പറയട്ടെ. റെഡിയാണോ? എഴുതിക്കാൻ റെഡിയാണോ? യൂസ്, എഴുതിക്കോളൂ, യൂസ് ഓഡിയോ ഓർ വീഡിയോ. എഴുതൽ വലിയ ബുദ്ധിമുട്ടായി. സത്യത്തിൽ നമുക്കറിയാം, ഇത് പലർക്കും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാറുണ്ട് PPT കാണിക്കുമ്പോൾ. ഒരു കാര്യമില്ല, ആരും നോക്കാൻ വേണ്ടി പോകുന്നില്ല. എഴുതുമ്പോൾ കുറച്ചെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. യൂസ് ഓഡിയോ ഓർ വീഡിയോ ആൻഡ് റീഡ് റെക്കമെൻഡഡ് ബുക്ക് അറ്റ്ലീസ്റ്റ് 30 minutes ഡെയിലി. എന്താണ്? യൂസ് ഓഡിയോ ഓർ വീഡിയോ, യൂസ് ഓഡിയോ ഓർ വീഡിയോ ആൻഡ് റീഡ് റെക്കമെൻഡഡ് ബുക്ക്, റെക്കമെൻഡ് ചെയ്യുന്ന ബുക്ക്, ലീഡേഴ്സ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ബുക്ക് അറ്റ്ലീസ്റ്റ് 30 minutes ഡെയിലി. ഒന്നുകൂടെ പറയട്ടെ. യൂസ് ഓഡിയോ ഓർ വീഡിയോ ആൻഡ് റീഡ് റെക്കമെൻഡഡ് ബുക്സ്, മോട്ടിവേഷണൽ ബുക്സ് ഒക്കെ ഇതിനെ പറ്റിയിട്ട്. ബുക്ക് അറ്റ്ലീസ്റ്റ് 30 minutes 30 minutes ഡെയിലി. എല്ലാ ദിവസവും രാവിലെ ഈ നമ്മൾ യൂട്യൂബിലേക്ക് പോയ ഒരു പ്രശ്നമുണ്ട്. യൂട്യൂബിൽ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്ത് പിന്നെ വേറെ പലത് വരുമ്പോൾ അതിന്റെ പുറകിൽ പോകും. കഴിയുന്നത് ബുക്കാണ് ഏറ്റവും നല്ലത്. നല്ല റെക്കമെൻഡ് ബുക്സ് ഉണ്ട്. ഞാൻ വായിക്കുന്ന ബുക്കുകളെ കാണിച്ചിരുന്നത് അവിടെ തന്നെ ഉണ്ട്. ഞാൻ വായിക്കുന്ന ബുക്ക് ഇതാ ഒരു ബുക്കാണ്. എന്താ പേര്? ദി മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. ഇത് ഭയങ്കര ബുക്കാട്ടോ. ദി മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. വലുതായി ചിന്തിക്കുന്നതിന്റെ മാജിക് ആണ്. വലുതായിട്ട് ചിന്തിക്കുക. ഈ വലുതായിട്ട് ചിന്തിക്കാത്തതിന് കൂടെ ഒരു കാര്യം പറയാം. പണ്ട് നമ്മുടെ ഗോപകുമാർ സാറ് പണ്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു 10,000 രൂപ സമ്പാദിക്കാൻ വേണ്ടി നിങ്ങൾ ആരും RCMലേക്ക് വരണ്ട, അത് നിങ്ങൾ ചെയ്യുന്ന പെണ്ണിന് ചെയ്തോളാൻ പറയാറ്. അതിന്റെ അർത്ഥം എന്താ? കൂടുതൽ ആഗ്രഹിക്കണം, കൂടുതൽ നേടാൻ ആഗ്രഹം വേണം. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണ് ഇതിന്റെ പേര്? ദി മാജിക് ഓഫ് തിങ്കിങ്. ഇതൊക്കെ വായിക്കും നിങ്ങൾ. ഇതിലൊക്കെ വലിയ വലിയ പോയിന്റുകളുണ്ട്. ഈ ബുക്ക് ഞാൻ വായിക്കാറുണ്ട്. അടുത്ത ബുക്ക് കണ്ടത്, ഇതിന്റെ പേരെന്താണെന്നറിയോ? നെറ്റ്വർക്ക് മാർക്കറ്റിലെ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. ആരെഴുതിയതാ? ദീപക് ബജാജ് എഴുതിയാൽ. അദ്ദേഹം സക്സസ്ഫുൾ ആയ ലീഡറാണ്. അയാൾ പറയുന്നു ഈ ബുക്ക് ഇതൊക്കെ വായിക്കാം നിങ്ങൾക്ക്. വിജയം നിങ്ങളുടെ ജന്മ അവകാശമാണ്. ഇങ്ങനെ കുറെ ബുക്ക് ഞാൻ വായിക്കുന്നുണ്ട്. കൊച്ചോസിറ്റി ഞാൻ വായിക്കാറുണ്ട്. ആകർഷമായ വ്യക്തിത്വം, ലക്ഷ്യം നേടാൻ ശരിയായ മാർഗങ്ങൾ. ഇത് ഇതാണ് നമ്മളെ മധു ഭാസ്കറിന്റെ ലക്ഷ്യം നേടാൻ ശരിയായ തീരുമാനങ്ങൾ. ഇതൊക്കെ വേണം. ഓക്കെ, അപ്പം മനസ്സിലായോ? അപ്പം ഇതൊക്കെ കാണാം. പിന്നെ നമ്മുടെ RCMലുള്ള സക്സസ്ഫുൾ ലീഡേഴ്സിന്റെ നല്ല മോട്ടിവേഷൻ വീഡിയോസ് യൂട്യൂബിലുണ്ട്. RCM അൾട്ടിമേറ്റ് മലയാളത്തിലുണ്ട്. വേറെയും കുറെ ചാനലുകൾ RCMലുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്യണം, എന്നിട്ട് നിങ്ങളത് കേൾക്കണം. മനസ്സിലായല്ലോ? 4ാമത്തെ കാര്യം. ഇനി 5ാമത്തെ കാര്യം എന്താ? 5ാമത്തെ കാര്യം 8 കോർ സ്റ്റെപ്സിൽ 5ാമത്തെ കാര്യം നോട്ട് ചെയ്യുക. അറ്റൻഡ് മിനിമം 1 UES പ്രോഗ്രാം ഇൻ എ മന്ത്. അറ്റൻഡ് മിനിമം 1 UES പ്രോഗ്രാം ഇൻ എ മന്ത്. എന്താ UES എന്ന് പറഞ്ഞാൽ? എന്താ UES എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഒരു അസോസിയേഷൻ ആണ്, RCM അസോസിയേഷൻ ആണ്, യൂണിക് എഡ്യൂക്കേഷൻ സിസ്റ്റം. എന്താണ്? യൂണിക് എഡ്യൂക്കേഷൻ സിസ്റ്റം. അവരാണ് നമ്മളെ അവരാണ് ഇതൊക്കെ ഇതിന്റെ ഉപജ്ഞാതാക്കൾ. അവരാണ് ഇത് പറയുന്നത്, അവരാണ് ഇത് എഴുതിയിരിക്കുന്നത്. അറ്റൻഡ് മിനിമം 1 UES പ്രോഗ്രാം ഇൻ എ മന്ത്. US പ്രോഗ്രാം നോർത്ത് ഇന്ത്യയിലെ സജീവമായി നടക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ കേരളത്തിൽ എഴുതില്ലല്ലേ? അറ്റൻഡ് മിനിമം 1 UES പ്രോഗ്രാം ഇൻ എ മന്ത്. അതായത് വലിയ പ്രോഗ്രാം, വലിയ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു സെമിനാറിൽ മാസത്തിൽ ഒന്നെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്യണം. നമ്മൾ മാത്രമായിട്ട് നമ്മുടെ ടീം അംഗങ്ങളോട് അറ്റൻഡ് ചെയ്യിപ്പിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? വലിയ വിഷയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് കേരളത്തിൽ ഇഷ്ടം പോലെ പ്രോഗ്രാമുകളുണ്ട്. ആ പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കണം. ഒരു പ്രോഗ്രാമിനും ഒരു ലീഡറും വിളിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ലീഡർമാരെ വിളിച്ച് പറയൂ, സാറേ ഇന്ന ദിവസം മീറ്റിംഗ് ഉണ്ടല്ലേ, ഞാനും എന്റെ ടീമും ഞാനൊരു 50 പേരും അവിടെ പങ്കെടുക്കും. ലീഡർമാരെ അങ്ങോട്ട് വിളിച്ച് പറയൂ. പക്ഷെ ഇവിടെ എന്താ സംഭവം? ഇപ്പം ഇന്ന് നമ്മളെ തീരുമാനത്തിൽ മാറ്റം വരുത്താണ്. ഇന്ന് മുതൽ നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 2024 ജനുവരി ചെയ്യേണ്ട കാര്യം, ലീഡർമാർ വിളിക്കല്ല. ഒരു മെസ്സേജ് കണ്ടാൽ ലീഡറെ വിളിച്ച് പറയാ, സാറേ ഞാനും എന്റെ ടീമും ഒരു 50 പേര് ഒരു 100 പേര് ആ പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കും. അങ്ങോട്ട് വിളിച്ച് പറയൂ. സക്സസ് ആർക്കാ വേണ്ടത്? നമുക്ക് ഓരോരുത്തരൊക്കെ വേണ്ട അല്ലെ? അവരെ വിളിച്ച്, അല്ലാതെ ഇപ്പം ലീഡർമാർ അങ്ങോട്ട് വിളിച്ച് നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്താക്കാം?
ചെയ്യാം. അപ്പൊ എന്താണ്? അറ്റൻഡ് മിനിമം 1 US പ്രോഗ്രാം. ഒരു പ്രോഗ്രാം മിസ് ചെയ്യരുത്, മാക്സിമം പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അപ്പം 5ാമത്തെ കഴിഞ്ഞു. 6ാമത്തെ എന്താണ്? 6ാമത്തെ എഴുതിയെടുത്തോളൂ. കൗൺസൽ വിത്ത് യുവർ ആക്റ്റീവ് ആൻഡ് ഗ്രോവിംഗ് അപ്ലൈൻ ഇൻ സ്റ്റാർട്ട് ഓഫ് ദ മന്ത്. കൗൺസൽ എന്താണ്? കൗൺസൽ വിത്ത് യുവർ ആക്റ്റീവ് ആൻഡ് ഗ്രോവിംഗ്. കൗൺസൽ വിത്ത് യുവർ ആക്റ്റീവ് ആൻഡ് ഗ്രോവിംഗ് അപ്ലൈൻ ഇൻ സ്റ്റാർട്ട് ഓഫ് ദ മന്ത്. ഗ്രോവിംഗ് അപ്ലൈൻ ഇൻ സ്റ്റാർട്ട് ഓഫ് ദ മന്ത്. ഒന്നും കൂടെ പറയാം. കൗൺസൽ വിത്ത് യുവർ ആക്റ്റീവ് ആൻഡ് ഗ്രോവിംഗ് അപ്ലൈൻ ഇൻ സ്റ്റാർട്ട് ഓഫ് ദ മന്ത്. നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള ഗ്രോവിംഗ് ആയിട്ടുള്ള ഒരു ലീഡറുമായിട്ട് കൗൺസിൽ ചെയ്യാനാ പറയുന്നത്. എത്ര പേര് ചെയ്യുന്നത് എനിക്കറിയില്ല, പക്ഷെ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാന്നുള്ള സത്യമാണ്. അപ്പം മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ നിങ്ങളുടെ ലീഡറെ വിളിച്ചിട്ട് നിങ്ങളുടെ ആക്ടിവിറ്റീസും നിങ്ങൾ ചെയ്ത കാര്യങ്ങളും എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടോ എന്നൊക്കെ നിങ്ങൾ ഒരു ലീഡറുമായിട്ട്, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികളുണ്ടോ അതൊക്കെ അദ്ദേഹവുമായിട്ട് നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ, കൗൺസിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു എനർജി കിട്ടും. ഓക്കെ, അപ്പൊ ഇതാരും മറക്കരുത്. കൗൺസിൽ വിത്ത് യുവർ ആക്റ്റീവ് ആൻഡ് ഗ്രോവിംഗ് അപ്ലൈൻ. ഒരു ലീഡർ, നിങ്ങൾ ഒരു ലീഡർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ലീഡർ എങ്ങനെ ആയിരിക്കണം? ആക്റ്റീവ് ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം, ഗ്രോവിംഗ് ആയിരിക്കണം, കെയറിംഗ് ആയിരിക്കണം. എങ്ങനെയാണ് ഒരു ലീഡർ എങ്ങനെ ആയിരിക്കണം? ഒരു ലീഡർ എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നത് ആക്റ്റീവ് ആയിരിക്കണം. ഒരു ലീഡർ ആക്റ്റീവ് ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം, ഗ്രോവിംഗ് ആയിരിക്കണം, കെയറിംഗ് ആയിരിക്കണം. ഇങ്ങനെയുള്ള ഒരു ലീഡറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആ ലീഡറുമായിട്ട് നിങ്ങൾ എന്താക്കണം? കൗൺസിൽ ചെയ്യണം. നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയണം, അവരുടെ സജഷൻ നിങ്ങൾ കേൾക്കാൻ തയ്യാറാകണം. എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നത്? നമ്മുടെ സക്സസ് നേടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്തത് എന്താണ്? 7ാമത്തെ പോയിന്റിലേക്ക് ഞാൻ കടക്കുകയാണ്. 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, കോർ സ്റ്റെപ്സ് 7ാമത്തെ പോയിന്റ്, ബി അക്കൗണ്ടബിൾ ആൻഡ് കൺസിസ്റ്റന്റ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ബി അക്കൗണ്ടബിൾ ആൻഡ് കൺസിസ്റ്റന്റ് ആണ്. ബി അക്കൗണ്ടബിൾ ആൻഡ് കൺസിസ്റ്റന്റ്. എന്താ അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ? എന്താ? ഉത്തരവാദിത്തമുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. റെസ്പോൺസിബിലിറ്റി. അക്കൗണ്ടബിൾ, ബി അക്കൗണ്ടബിൾ. നമ്മൾ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ലീഡർ ആയിട്ട് മാറുക. പിന്നെയോ കൺസിസ്റ്റന്റ് ആണ്. സ്ഥിരത ഉണ്ടായിരിക്കണം. 6 മാസം ആർസ്യം, 6 മാസം വേറെ ഒന്ന്, അതിനുശേഷം വേറെ ഒന്ന്, അങ്ങനെയല്ല. സ്ഥിരതയുള്ള ആളായിരിക്കാം. അക്കൗണ്ടബിൾ, ഉത്തരവാദിത്തമുള്ള ഒരു ലീഡറായിട്ട് മാറുക. കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഞാൻ 18 വർഷമായിട്ട് ആർസ്യമിലുണ്ട്. ഗോകുമാർ സാർ 18 വർഷമായിട്ടുണ്ട്. സുജിത് സാർ 18 വർഷമായിട്ടുണ്ട്. മൂർത്ത് സാർ 18 വർഷമായിട്ടുണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് ആരെല്ലാം ആർസ്യം നിന്നിട്ടുണ്ടോ അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അവർ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാറുണ്ട്. മീറ്റിംഗിൽ ആൾക്കാർ വിളിക്കാറുണ്ട്. കയ്യിൽ നിന്ന് കാശ് പോയാലും പ്രോഗ്രാം ചെയ്യാറുണ്ട്. യാത്ര ചെയ്യാറുണ്ട്. പ്രശ്നങ്ങളെ ഏറ്റെടുക്കാറുണ്ട്. പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതൊക്കെ അവർ ചെയ്യുന്ന ഡ്യൂട്ടീസാ. അങ്ങനെ ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ബി അക്കൗണ്ടബിൾ, ഉത്തരവാദിത്തം കാണിക്കണം, കൺസിസ്റ്റന്റ് ആണ്. ആർസ്യം വിട്ടുപോകാൻ പല കാരണങ്ങളല്ല, അല്ലേ? ശരിയല്ല? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒത്തിരി കാരണങ്ങളാണ്. പക്ഷെ നിങ്ങളൊന്ന് പുറകോട്ട് ഒരു 10-18 വർഷം മുന്നേ ആർസ്യം കേരളത്തിൽ തുടങ്ങിയ ആ കാലഘട്ടം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പ്രൊഡക്ട്സിന് ലഭ്യതയില്ല, ലാംഗ്വേജ് ഇല്ല, മീറ്റിംഗ് ഇല്ല, വരുമാനം കിട്ടിയ ആളുകളില്ല, ഉൽപ്പന്നം ഉപയോഗിച്ച് ആരോഗ്യം രക്ഷപ്പെട്ട ആളുകളില്ല. ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ആർസ്യമിനെ ഏറ്റെടുത്ത് വളർത്തിയ ആ വ്യക്തിത്വങ്ങൾ നിങ്ങൾ ശരിക്കും മനസ്സിലും സങ്കല്പിച്ചു നോക്കൂ. എന്തുകൊണ്ട് അവർ കൺസിസ്റ്റന്റ് ആയി നിന്നു? വൈ അവരെങ്ങനെ ആർസ്യമിൽ നിന്നു? ശരിക്കും തിങ്ക് ചെയ്യും നിങ്ങൾ. ഇന്ന് ആർസ്യം വിട്ടുപോകാൻ പല കാരണങ്ങൾ, അല്ലെ? സോപ്പ് പതഞ്ഞിട്ടില്ലെങ്കിൽ ആൾക്കാർ ആർസ്യം വിട്ടുപോകും. ആട്ടപ്പൊടിന്റെ മൂല പൊട്ടി ആൾക്കാർ ആർസ്യം വിട്ടുപോകും. തൗടനക്ക് വില കൂട്ടിയ ആർസ്യം ആൾക്കാർ വിട്ടുപോകും. വിട്ടുപോയവർക്കാണോ ദോഷം സംഭവിച്ചത്? നിലനിന്നവർക്കാണോ ദോഷം സംഭവിച്ചത്? ആർക്കാ ദോഷം ഉണ്ടായത്? ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, ആരാണോ വിട്ടുപോയത്, വിട്ടുപോയവർക്ക് മാത്രമേ ദോഷം സംഭവിച്ചിട്ടുള്ളൂ. എല്ലാ ത്യാഗവും സഹിച്ച് എല്ലാം സമർപ്പിച്ച് ആർസ്യമിൽ നിന്ന ആളുകളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിന് ഒരു വലിയ ഉദാഹരണം ഇന്നലെ നടന്നു. ഒരു വലിയ ഉദാഹരണം
ആർസിഎമ്മിലെ പ്രഗത്ഭരായ രണ്ട് ലീഡേഴ്സ് ബിനു സാറ് ഡോക്ടർ രാജൻ സാർ. ബിനു സാറിന്റെ മകളെ ഡോക്ടർ രാജൻ സാറിന്റെ മകൻ കല്യാണം കഴിച്ചു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മാരേജ് മാർക്കറ്റിൽ ഇനി ആർസിഎം പ്രവർത്തകർക്ക് വാല്യൂ കൂടാൻ വേണ്ടി പോവാണ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഒരു സ്വന്തം ആർസിഎം ഉണ്ടെങ്കിൽ പോലും സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ഒരു അച്ഛൻ, ഒരമ്മ പലവട്ടം ചിന്തിക്കും, ഇവന് കൊച്ചിനെ പോറ്റാൻ പറ്റുമോ? അതിനും മാതൃകയായിട്ട് ആർസിഎം ലീഡേഴ്സ് ഉണ്ടായി. അതിനും മാതൃകയായി. അതാ ഞാൻ പറയുന്ന കേരളത്തിൽ ആർസിഎം ലീഡേഴ്സ് ഉണ്ടല്ലോ, അവര് തീയിൽ കുരുത്തവരാണ്, അവർ അനുഭവസ്ഥരാണ്. അവര് കാണിച്ചതാ, ഞാൻ എന്റെ മകളെ രാജസ്ഥാന്റെ മകന് കൊടുക്കുന്നു. അവർ ഫാമിലിയായിട്ട് ആർസിഎം ചെയ്യാണ്. നിങ്ങൾ ചിന്തിക്കൂല്ലേ? കല്യാണ മാർക്കറ്റിലും ആർസിഎമ്മിന് ഇനി പ്രചാരം വർദ്ധിക്കാൻ വേണ്ടി ആർസിഎം ചെയ്യുന്നതിനാൽ അപ്പം തന്നെ കല്യാണം കഴിക്കുക. കാരണം അത്രയും ക്രെഡിബിലിറ്റി ഉണ്ട്, അത്രയും സ്വാതന്ത്ര്യമുണ്ട്, സാമ്പത്തിക സ്വാതന്ത്ര്യം ഒരു കമ്പനിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആരാ കാണിച്ചത്? സക്സസ്ഫുൾ ലീഡേഴ്സ്. അവർ വഴി കാണിച്ചിരുന്നു, വേറെ ആരല്ല, ലീഡേഴ്സാ കാണിക്കുന്നത്. ശരിക്കും ഇതിലൊക്കെ നമ്മൾ എന്ത് പറയണം? ഇതൊക്കെ ചങ്കൂറ്റെന്ന് പറയുന്നത്, ഇതൊക്കെ മാതൃക എന്ന് പറയുന്നത്. നമ്മുടെ അർജുനും അരുണിമയ്ക്കും എല്ലാവിധ എന്താ പറയാ ദീർഘായുസോടു കൂടി ജീവിക്കാൻ പറ്റാൻ നമുക്ക് എല്ലാവർക്കും ആശംസിക്കാം, അല്ലെ? ഒരു ആശംസ അറിയിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് കൺസിസ്റ്റൻസി, ബി അക്കൗണ്ടബിൾ, ഉത്തരവാദിത്തം കാണിക്കണം കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാ? എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടിയിട്ടാണ്. റെഡിയാണോ? നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്റെ സംസാരം? ബോറടിക്കുന്നുണ്ടോ? ഒരാൾക്കാർ ഇറങ്ങി പോകുന്നുണ്ടല്ലോ. ഓക്കെ, ഇറങ്ങി പോകുന്നവർക്ക് അത് മതിയാവും, ഡോണ്ട് വറി. എല്ലാവരും ഇന്ന് രക്ഷപ്പെടുത്താൻ പടച്ച തമ്പുരാൻ വിചാരിച്ചാൽ സാധിക്കത്തില്ലല്ലോ, അല്ലെ? ഗുഡ്, നോ പ്രോബ്ലം. ഇനി എട്ടാമത്തെ കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം നമുക്ക്. എട്ടാമത്തെ കാര്യം എന്താ? ലേൺ, ടീച്ച് ആൻഡ് ഡ്യൂപ്ലിക്കബിൾ. എന്താണ്? ലേൺ, ടീച്ച് ആൻഡ് ഡ്യൂപ്ലിക്കബിൾ. പഠിക്കണം, പഠിപ്പിക്കണം, അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ലേൺ, നിങ്ങൾ പഠിക്കാൻ തയ്യാറാകണം, നിങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറാകണം, നിങ്ങൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ തയ്യാറാകണം. ഇതൊരു ഡ്യൂപ്ലിക്കേഷന്റെ ബിസിനസ് ആണ്. ഞാൻ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ചെയ്യുന്ന ആളുകളെ എന്റെ ഗ്രൂപ്പിൽ കൊണ്ടുവരിക. വേറൊന്നും ചെയ്യാനില്ല. ദാറ്റ്സ് ഓൾ. വേറൊന്നുമില്ല. വേറെന്താ ചെയ്യാനുള്ളത്? ഒന്നുമില്ല. ഒരിക്കൽ ഡയമണ്ട് സുരേന്ദ്രവട്ട് സാർ, സാക്ഷാൽ ഡയമണ്ട് സുരേന്ദ്രവട്ട് സാർ സ്റ്റേജിൽ ചോദിച്ചു, നിങ്ങൾക്ക് ഡയമണ്ട് ആകണോ? യെസ്, എല്ലാവരും പറഞ്ഞു ഡയമണ്ട് ആണെന്ന് പറഞ്ഞു. അത് എന്താ ചെയ്തത്? അദ്ദേഹം ഒരു സ്റ്റേജിന്റെ മൂലയിൽ പോയിൽ നിന്ന് മറ്റൊരു മൂലയിലേക്ക് നടന്നു കാണിച്ചു. എന്താ പറഞ്ഞെന്നറിയോ? ഫോളോ മീ, ഫോളോ മീ. ഞാൻ എന്താണോ ചെയ്തത്, ഞാൻ എങ്ങനെയാണോ പറയുന്നത്, ഞാൻ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അത് തന്നെ നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾക്കും ഡയമണ്ട് ആകും. ദാറ്റ്സ് ഓൾ. വേറെ ഒന്നും, അത് മതി. കാരണം ആ മനുഷ്യൻ ആർസിഎമ്മിൽ വരുന്ന സമയത്ത് ഒറ്റ പ്രൊഡക്ട്സേ ഉള്ളൂ, സിംഗിൾ പ്രൊഡക്ട്സേ ഉള്ളൂ, ഓൺലി വൺ പ്രൊഡക്ട്സ്, ഒരു പാൻ പീസ് മാത്രം. അന്ന് അദ്ദേഹം ഒരു കേബിൾ വാലയാണ്, ഒരു കേബിൾ ടി വി ഓപ്പറേറ്റർ ആണ്. നിങ്ങൾ മനസ്സിലാക്കി, 23 വർഷം മുന്നേ ഡോക്ടർ സുരേന്ദ്രവട്ട്, ഇന്ന് ഡോക്ടർ സുരേന്ദ്രവട്സ് ആണ്, അന്ന് ഡോക്ടർ ഇല്ല, സാധാരണ മനുഷ്യൻ, കേബിൾ ടി വി ഓപ്പറേറ്റർ. നിങ്ങൾ ആലോചിച്ചു, ആ മനുഷ്യന്റെ ഒക്കെ ബിലീഫ് എന്തായിരിക്കും, അല്ലേ? ആ വിശ്വാസം എന്തായിരിക്കില്ല? ആലോചിച്ചു നിങ്ങൾ. ഒരു സിംഗിൾ പ്രൊഡക്ട്സ് ഉള്ള സമയത്ത് ആർസിഎമ്മിൽ വരികയും അതിൽ നിലനിൽക്കുകയും അതിൽ നിന്നുകൊണ്ട് ഡയമണ്ട് ആകുകയും 50 ലക്ഷം വരുമാനമായ ഒരു വ്യക്തിയായി മാറുകയും ചെയ്തു. എന്തായിരിക്കും ആ വിശ്വാസ്യത? എന്തെല്ലാം പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ടാവും? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവിടെ നമുക്കൊരു ആട്ട പൊട്ടിയാൽ നമ്മൾ ഇട്ടുവെച്ച് പോകുന്നത്, ശരിയല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ലേൺ, ടീച്ച് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനാ പറയുന്നത്. ഇത് നമ്മൾ ചെയ്താൽ ഈ 8 കാര്യങ്ങൾ, ലേൺ, ടീച്ച്, ഡ്യൂപ്ലിക്കേറ്റ്. എന്തൊക്കെ പഠിക്കാൻ ആർസിഎമ്മിൽ? എന്തെല്ലാം പഠിക്കണം? പ്രൊഡക്ട്സ്, 3P ആണ്. 3 പില്ലേഴ്സ്. എന്തൊക്കെയാണ്? കമ്പനി പ്രൊഫൈൽ, പ്രൊഡക്ട്സ്, ദെൻ പ്ലാൻ. വെരി ഇമ്പോർട്ടൻറ്റ്. പ്രൊഡക്ട്സ് പഠിക്കണം. ആദ്യം കമ്പനി, ഒരാളോട് പറയുമ്പോൾ കമ്പനി പ്രൊഫൈൽ പറയണം. കമ്പനി എന്ന് തുടങ്ങി 1977 തുടങ്ങി. ഏതാ കമ്പനിയുടെ പേര്? ഫാഷൻ സൂട്ടിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
RCM എപ്പോ തുടങ്ങി? 2000 ഓഗസ്റ്റ് മാസം തുടങ്ങി. എത്ര പ്രൊഡക്ട്സ്? ഒരു പ്രൊഡക്ട്സ്. ഇന്ന് എത്ര പ്രൊഡക്ട്സ് ഉണ്ട്? ഓക്കെ, എത്ര സെഗ്മെന്റ് ഉണ്ട്? അതിന്റെ പ്രത്യേകത എന്താണ്? ന്യൂട്രിചാർജ് വുമൺ ടാബിൾ എത്ര വൈറ്റമിൻസ് ഉണ്ട്? എന്തിന് കഴിക്കണം? തവിടിന്റെ പ്രത്യേകത എന്താണ്? എത്ര ആന്റി ഓക്സിഡൻസ് ഉണ്ട്? അതിൽ എത്ര ഒറൈസോൾ കണ്ടന്റ് എത്രയുണ്ട്? കിഡ്സ് ന്യൂട്രിചാർജ് കിഡ്സിൽ എത്ര ബൊട്ടാണിക്കൽസ് ഉണ്ട്? RCMന്റെ റിവിറ്റോ വാഷിംഗ് പൗഡർ പ്രത്യേകത എന്താണ്? ഡിഷ് വാഷ് ലിക്വിഡിന്റെ പ്രത്യേകത എന്താണ്? സോപ്പിന്റെ പ്രത്യേകത എന്താണ്? മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും പ്രത്യേകത എന്താണ്? ഉപ്പിന്റെ പ്രത്യേകത എന്താണ്? ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, മനസ്സിലാക്കി വെക്കണം, പഠിക്കണം. ഈ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. കഴിഞ്ഞില്ല പ്ലാൻ. RCM വിതരണം എങ്ങനെ വരുമാനം വിതരണം ചെയ്യുന്നു? ഒരു ബിഗിനർ എങ്ങനെ ആകാം? ഒരു സ്റ്റാർട്ടർ എങ്ങനെ ആകാം? അങ്ങനെ വരുമാനം എത്ര കിട്ടും? ഓപ്പണറായ എന്ത് കിട്ടും? ഓപ്പണറായ എന്ത് കിട്ടും? നാഷണൽ ടേൺ ഓവർ വിഹിതം കിട്ടും, മാസത്തിലും കിട്ടും, വാർഷിക ബോണസ് ആയിട്ടും കിട്ടും. കിട്ടുമില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. TC ചാബ്രാജി നമുക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കുകയാണ്. അത് നമുക്ക് നോക്കൂ, അദ്ദേഹം ഓരോ മാസവും ഒരു വിഹിതം എടുത്ത് എന്റെയും നിങ്ങളുടെയും പേരിൽ മാറ്റി വെക്കുകയാണ്. എത്ര റിസ്ക് എടുക്കുന്ന ആലോചിച്ച് നോക്കല്ലേ? നമ്മളെ കാർന്നോക്കന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നമുക്ക് വേണ്ടി അദ്ദേഹം ഉൽപ്പന്നം നിർമ്മിക്കുന്നു, അദ്ദേഹം വിൽക്കുന്നു, എല്ലാം അദ്ദേഹം ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് വേണ്ടി എല്ലാ മാസവും വിൽക്കുന്നതിന് ഒരു വിഹിതം മാസം തരുന്നു, ഒരു വിഹിതം 12 മാസം കഴിഞ്ഞാൽ മാറ്റി വെക്കുകയാണ്. ആ മനുഷ്യൻ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ശരിക്കും ചിന്തിച്ചോ, TCG നമുക്ക് എന്തെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. കുറെയൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം എന്താ ഞാൻ പറഞ്ഞത്? ലേൺ, ടീച്ച്, ഡ്യൂപ്ലിക്കബിൾ. അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. നമ്മൾ എന്താണോ പറയുന്നത്, നമ്മൾ എന്താണോ ചെയ്യുന്നത്, അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. RCM പഠിക്കുക. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ 8 കോൺസെപ്റ്റ്സ്, ഒരു 8 കോൺസെപ്റ്റ്സ്. ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യങ്ങൾ, ഒരു തീരുമാനമെടുത്തു, അത് എഴുതി, അതിൽ പിക്ചറൈസ് ചെയ്തു, നമ്മൾ ഒട്ടിച്ചു വെച്ചു. നമ്മൾ കേരളത്തിലെ എല്ലാവരും ചേർന്നിട്ടായി ഈ ബിസിനസ് ചെയ്യുന്നത്. തീരുമാനമെടുക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണെങ്കിലും, പക്ഷെ ഈ ബിസിനസ് പ്രത്യേകത, ഈ ബിസിനസ് ചെയ്യുന്നത് നമ്മൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ്, യൂണിറ്റിയാണ്, ഒരുമിച്ചാണ് ചെയ്യുന്നത്. എനിക്കും വിജയിക്കണം, നിങ്ങൾക്കും വിജയിക്കണം. വിൻ വിൻ സിറ്റുവേഷൻ ആണ്. അപ്പോ ഈ 8 കോൺസെപ്റ്റ്സ് ചെയ്യണോ ചെയ്യണ്ടേ? കേട്ടാ മാത്രം മതിയോ? എഴുതിയെടുത്താൽ മാത്രം മതിയോ? നിങ്ങൾക്കും പറയാൻ ആഗ്രഹമില്ലേ? ഞാനും RCMലെ ഒരു സക്സസ്ഫുൾ ലീഡർ ആണ്, കുറെ ആളുകൾക്ക് ജീവൻ കൊടുക്കാൻ എനിക്ക് പറ്റി, ഞാനൊരു തീരുമാനം എടുത്തത് കൊണ്ട് കുറെ ആളുകളെ രക്ഷപ്പെടുത്താൻ എനിക്ക് സാധിച്ചു. അത് RCMന്റെ പവറാണ്. അപ്പം ഈ 8 കാര്യങ്ങൾ, 8 കോൺസെപ്റ്റ്സ് നമ്മൾ ചെയ്യണം. നമ്മൾ ടീമിലുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ലേൺ, ടീച്ച് ആൻഡ് ഡ്യൂപ്ലിക്കബിൾ. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യോ? ഓക്കെ. അപ്പം വളരെ സന്തോഷം. എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക്, എന്നെ സഹിച്ച എല്ലാവർക്കും എന്താ പറയാ, നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല, ഐ ഡോണ്ട് നോ. എന്തായാലും എനിക്ക് പറയാനുള്ളത്, എന്നെ കേട്ട എല്ലാവരും 2024 ഡിസംബർ അവസാനിക്കുമ്പോൾ ഒരു വലിയ ലെവലിലായിരിക്കണം. ഞാനും RCM ലീഡർ ആണ്. അത് ടെക്നിക്കൽ ആയിക്കോട്ടെ, പേൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റാർ പേൾ ആയിക്കോട്ടെ, എമറാൾഡ് ആയിക്കോട്ടെ, സ്റ്റാർ എമറാൾഡ് ആയിക്കോട്ടെ, റൂബി ആയിക്കോട്ടെ, സ്റ്റാർ റൂബി ആയിക്കോട്ടെ, ഇനി എന്താ സാക്ഷാൽ ഡയമണ്ട് ആയിക്കോട്ടെ, അതായി കാണാൻ എനിക്ക് ആഗ്രഹം. ഞാൻ അത് ആഗ്രഹിക്കുന്നത്. എല്ലാവരും രക്ഷപ്പെടണം. എല്ലാവർക്കും രക്ഷപ്പെടാൻ RCM വന്നിരിക്കുന്നത്. അപ്പൊ ഒരു ഉറച്ച തീരുമാനം എടുക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ലാസ്റ്റ് ഒരു പോയിന്റ് പറയാനുള്ളത്, നിങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് കാര്യം പറയുന്നു. ഇന്ന് RCM എന്തിനും സജ്ജമാണ്. പ്രൊഡക്ട്സ് ഉണ്ട്, ഷോപ്പുണ്ട്, മീറ്റിംഗ് ഉണ്ട്. എല്ലാം ഉള്ള ഒരു കാലഘട്ടത്തിലാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എനിക്കൊരു 12 മാസം തരൂ. ജസ്റ്റ് 12 months. ഒരു 12 മാസത്തേക്ക് നിങ്ങൾ എല്ലാം മറന്നേക്കൂ പ്ലീസ്. ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു 12 മാസം, ലൈഫിൽ എത്രയോ വർഷം നമ്മൾ ജീവിച്ചു. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു 12 months ഓൺലൈൻ, ഒരു 12 മാസം നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന എല്ലാം മാറ്റി വെച്ചുകൊണ്ട്
രാവും പകലും നോക്കാതെ RCM ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, ആഫ്റ്റർ 1 ഇയർ നിങ്ങൾക്ക് സുഖലോലുപതയോടുകൂടി കുറെ ആളുകളുടെ പുണ്യത്തിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും. 100% ഗ്യാരണ്ടിയാണ്. 100% ഗ്യാരണ്ടിയാണ്. എന്താ ഞാൻ പറഞ്ഞത്? 12 മാസത്തേക്ക് എല്ലാം മറന്നേക്കും. മാറ്റി വെക്കാൻ പറ്റുന്ന എല്ലാം മാറ്റി വെച്ചുകൊണ്ട്. നിങ്ങളിപ്പോ ഗൾഫിലായിരിക്കാം, അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി, ദുബായിൽ പോയി, അങ്ങനെ വിചാരിക്കുക. എന്നിട്ട് ഒരു 12 മാസം, കുറെ വർഷങ്ങൾ നമ്മൾ പാഴാക്കി കളഞ്ഞു. 2024 അങ്ങനെ പറഞ്ഞു വിടാൻ പാടില്ല. 2024 ഞാൻ എന്തെങ്കിലും നേടിയിരിക്കും. അങ്ങനെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഒരു 12 മാസം, ഗീവ് മീ 12 months, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ 6 ബേസിക്സും 7 കർദിനാൾ റൂൾസും 8 കോർ സ്റ്റെപ്സും പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ എഴുതി വെച്ചോളൂ, വരച്ചു വെച്ചോളൂ. ഗ്യാരണ്ടിയാണ്, നിങ്ങളെ RCM ലിഫ്റ്റ് ചെയ്ത് നിങ്ങൾ പ്രതീക്ഷയുടെ അപ്പുറത്തേക്ക് RCM കൊണ്ടുപോകും. അതിന് RCM സജ്ജമാണ്. RCM മാത്രമല്ല, ഇന്ന് കേരളത്തിലെ RCM ലീഡേഴ്സ് എല്ലാവരും നിങ്ങളുടെ ഉറച്ച തീരുമാനത്തിന് കൂടെ ഉണ്ടായിരിക്കും. അത് സത്യമാണ്. അവർക്ക് സമയം നോക്കണ്ട, കാലം നോക്കണ്ട, അവരെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സക്സസിന് വേണ്ടി, നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി ലീഡേഴ്സ് നിങ്ങളെ കൂടെയുണ്ട്. അത് ഗ്യാരണ്ടിയാണ്. അവരത് ഉറപ്പ് തന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അഗൈൻ റിപ്പീറ്റ് ചെയ്യുന്നു, 2024 ജനുവരി മുതൽ ഡിസംബർ വരെ ഒരു വർഷത്തേക്ക് നിങ്ങളെല്ലാം മറന്നുകൊണ്ട് 100% RCM ഇൻവെസ്റ്റ് ചെയ്യുക, RCM മുഴുകുക, RCM വേണ്ടി പ്രവർത്തിക്കുക. ആഫ്റ്റർ 1 ഇയർ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുക. അപ്പോഴത്തേക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നല്ല വരുമാനം വരും. നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാകും. നിങ്ങളെ എന്താ പറയുക, എല്ലാത്തിലും നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാകാൻ ഈ ഒരു തീരുമാനം കാരണമാകും. നോ ഡൗട്ട്. കാരണം ഞാനിത് പറയുന്നത് 18 വർഷക്കാലത്തെ എന്റെ RCM അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നത്. നിങ്ങളൊരു ഉറച്ച തീരുമാനമെടുത്താൽ നിങ്ങളിലൂടെ നിങ്ങളും രക്ഷപ്പെടും, നിങ്ങളുടെ തലമുറ രക്ഷപ്പെടും. അതിലൂടെ നിങ്ങൾക്ക് കുറെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കും. എന്ത് ചെയ്താൽ മതി? ഒരു 5000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ, ഒരു 10,000 രൂപ ഉൽപ്പന്നങ്ങൾ വാങ്ങുക, വിൽക്കുക. അത് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യുക. 6 ബേസിക്സ് പാലിക്കുക, 7 കർദിനാൾ പാലിക്കുക, 8 കോർ സ്റ്റെപ്സ് പാലിക്കുക. എല്ലാവർക്കും ഒരു നല്ല ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ വാങ്ങുന്നു. താങ്ക് യു. ജയ് RCM. ഗോ ഡയമണ്ട്. സർ, അടിപൊളി ഒരു ന്യൂ ഇയർ സന്ദേശം തന്നെ കിട്ടി. അടുത്ത 2024 വരവേൽക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള വളരെ ഒരു കറക്റ്റായിട്ടുള്ള ലക്ഷ്യബോധം ഞങ്ങൾക്കൊക്കെ സാറ് തന്നു.